ഹലോ ഗെയ്സ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂമൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഫോർച്യൂൺ ബാണാസുര റിസോർട്ടിൻ്റെ റൂമാണ് കാണുന്നത്. കുറച്ച് വലിയ റൂമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. കണ്ടോ, ഗസ്റ്റൊന്നും പോയിട്ടില്ല, റൂമൊന്നും ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഈ കട്ടൻ മാറ്റാൻ നല്ല വ്യൂ ആട്ടോ. പിന്നെ ഇവിടെ ശരിക്കും AC ആവശ്യമൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. വയനാട് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല തണുപ്പാണ്. ശരിക്കും റൂമിലൊന്നും AC ആവശ്യമേ ഇല്ല, അത്രയ്ക്ക് നല്ല ക്ലൈമറ്റാണ് അവിടെ. ഒരു ബാത്ടബൊക്കെ ഉണ്ട്, പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ബാത്റൂമുണ്ട്. പിന്നെ ആ വ്യൂ ഇല്ലേ, കർട്ടൻ മാറ്റിയിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ബാണാസുര ഡാമിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാം അവിടെ നിന്ന് നോക്കിയാൽ. പിന്നെ ഇതാണ് അവിടെ നിന്ന് വ്യൂ ആയിട്ട് കാണുന്നത്. രാത്രിയായപ്പോൾ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി, പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ചായയൊക്കെ കുടിച്ച് നേരെ പോയത് ടൗൺഷിപ്പിലേക്കായിരുന്നു. ടൗൺഷിപ്പിലേക്ക് പോയതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് ടൗൺഷിപ്പ്. ടൗൺഷിപ്പിൽ കണ്ടോ, ഓരോ വീടുകളും നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗവൺമെൻറ്. അപ്പോൾ ചൂരൽമലയിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വീടുകളാണ് ഇതൊക്കെ. അടിപൊളി സ്ഥലമാണ്. പിന്നെ പറയണ്ട, അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത്. ഭയങ്കര വെയിലായിരുന്നു, അപ്പോൾ അധികം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിരുന്നു. ഞങ്ങൾ വീടൊക്കെ കണ്ടു. കുറേ പണി കഴിഞ്ഞ വീടും കഴിയാത്ത വീടൊക്കെ ഉണ്ട്. താമസമൊന്നും തുടങ്ങിയിട്ടില്ല, എപ്പോൾ താമസിക്കുമെന്ന് അറിയില്ല.